ഓണം ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല, പോയത് അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അടുപ്പിച്ച വർക്കുകളും ഓഫീസും എല്ലാം കൂടി തലവേദനയായിരുന്നു. കാരണം ഓണമൊന്നും ആഘോഷിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അതിനിടയിലാണ് അമ്മ പറഞ്ഞ അമ്മയുടെ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ അവർക്ക് ഒരു കൈവീശിയൊന്നും പോകാൻ പറ്റില്ലല്ലോ. അവർക്ക് കുറച്ച് ഓണക്കൊടികളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ എൻ്റെ എയർപോർട്ട് പൊട്ടിയിടാ കുറച്ച് നാൾ കൊണ്ടുനടന്നതായിരുന്നു. അങ്ങനെ അതും തീർന്നു. കാറിലൊന്ന് പോയിട്ട് ഒന്ന് ക്ലീനപ്പ് പോലും ചെയ്യാൻ വേണ്ടി സമയം കിട്ടി. അവസാനം നമ്മൾ നമ്മുടെ പെരിടാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. എന്തിപ്പോ ഈ ഡ്രസ്സിന് കുഴപ്പം പറയും. ഞാൻ ഷോൾ ഇട്ടുണ്ട്. അപ്പൊ ഞാൻ ഷോൾ ഇട്ടുണ്ട്. അപ്പാപ്പിന് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കണ്ട അപ്പ അലർജി. എന്തിനാ ഞാനൊരു ഷോർട്ട്സ് ഇട്ടാ പോലും എന്നെ പച്ചത്തെറി വിളിക്കും. അപ്പൊ ഇത് കണ്ടത് പിടിച്ചില്ല. വന്നപ്പോഴേക്കും തുടങ്ങി എന്റെ അടുത്ത് ചൊറിയാൻ. പിന്നെ കുറച്ച് കെയറിങ് കൂടിയതുകൊണ്ട് മഴ ചാർന്നുകൊണ്ടും എന്റെ ഷോൾ എടുത്ത പാപ്പനിട്ടു. അപ്പൊ നമ്മൾ ഓണക്കോടിയൊക്കെ കൊടുത്തതിന് സന്തോഷത്തിലായിരുന്നു അമ്മമ്മയ്ക്ക് ഇതിനേക്കാളും വലിയ നൈറ്റിങ് എവിടെ നിന്നും കിട്ടില്ല. നോക്കുമ്പോൾ തേണ്ടോ മയില് ഇവിടെ ഇഷ്ടംപോലെ മയിലുകളുണ്ട്. അങ്ങനെ അപ്പാപ്പിന്റെ അടുത്ത് കുറെ നേരം കേട്ടെന്ന് കഥയൊക്കെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് പാടത്ത് പോകാൻ തോന്നി. അങ്ങനെ പാടത്തൊക്കെ പോയി വെള്ളമുണ്ട് കുറച്ചേ ഉള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര മടി പൊളിഞ്ചി വെക്കാൻ. അപ്പൊ എന്തായി അമ്മാമ്മ ഉണ്ടാക്കി കൊടുത്തു. എന്തൊരവസ്ഥയാ. അങ്ങനെ പിറ്റേ ദിവസം ഓണായി. ഓണത്തിന് ഇവനൊരു ഓണക്കോടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനൊക്കെ എന്തൊക്കെയോ ഓണത്തിൻ്റെ ഒരു വൈബുണ്ട്. എനിക്ക് ഓണായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഓണായിട്ടൊന്നും ഓണാവാനായിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ അനിയനെയും കൂട്ടിയിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ. അങ്ങനെ അമ്പലത്തിൽ പോയി, അത്രേ ഉള്ളൂ.